വെൽക്കം ബാക്ക് അഗൈൻ. ഫൈനൽ ഡേ ഇൻ തായ്ലാൻഡ്. അതെ ഗൈസ്, ഇന്ന് എൻ്റെ തായ്ലാൻഡത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെയാണ് പോകുന്നത്. ഇന്നപ്പോൾ കറങ്ങാൻ പോകുന്നതിലുള്ളതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ബൈ ബൈ തായ്ലാൻഡ്. അതെ, നമ്മളുടെ ലാസ്റ്റ് ദിവസമാണ് ബാങ്കോക്കിലുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഡേ 8 അല്ലേ ഇന്ന് നമ്മളുടെ ഇന്ദ്ര സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തായ്ലാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എടുത്ത ജനങ്ങളും നാടും പിന്നെ എന്താണ് എല്ലാ സാധനങ്ങൾക്കും വില കുറവ്, നല്ല ഫ്രൂട്ട്സുകൾ കിട്ടും, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഫൈനലി ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ലേ? ഇന്ദ്ര സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെന്നൈ എക്സ്പ്രസ്സിൽ കാണുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നതാന്ന് വിചാരിച്ചു പോലെ. ഈ ഒരു ഏരിയ ഫുള്ള് ഇന്ത്യൻസിന്റെ റെസ്റ്റോറൻറ്റ് കണ്ടോ? ഇത് ഇന്ത്യയിലേക്ക് പോയ ഒരു ഫീല്. ആരെ അല്ലാതെ സിസ്റ്റർ ഹസ്ബൻഡ് എല്ലാം ഉണ്ട് അവിടെ. ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതോരെ ഫുഡ് അങ്ങനെ നമ്മളെ പട്ടായത്തില്ല വന്ന് ബാങ്കോക്കിൽ വന്നിട്ട് മലയാളീസിനെ കണ്ട്. കാസർഗോഡ് നമ്മളെ പച്ചക്കറി കണ്ട ഒരു സന്തോഷം തന്നെയല്ലേ നമ്മളെ ഇന്ത്യൻസിനെ. ആര് അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് സ്ട്രൈറ്റ്നർ ഇതെല്ലാം മേടിച്ചപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലത്തെ ഗൂഗിൾ പേ വർക്കാന്നുണ്ടായിരുന്നു. എന്താണത് സാധനം? ഒരടി ഷോപ്പ്. പെർഫ്യൂമോ പെനിയൻ അങ്ങനത്തെല്ലോ. എടുത്ത് കാണിക്കണം. സോപ്പിൽ പല പല ടൈപ്പിലുള്ള സോപ്പ് ഉണ്ട് കേട്ടോ. എന്ത് രസമുണ്ടൊക്കെ ഇത്. തായ് ബാത്തിനെല്ലാം കണ്ടോ? ഇങ്ങനെ കാണിക്ക. രണ്ടെണ്ണം കണ്ട. 80 തായ് ബാത്തിനുള്ള നല്ല ഷർട്ടുകൾ. എന്തിനു ചിരിക്കുന്നത്? ഇവരിപ്പോൾ എന്തിനാ ചിരിക്കുന്നത് വെച്ചാല് ഒരു ക്യാബ് ബുക്ക് ചെയ്യും. അതിൽ നല്ല വയസ്സായ ആളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ എത്തും അല്ലെ. ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇവരാണ്. ഇപ്പൊ എന്നോട് പറയാണ് ഞാൻ മുമ്പിൽ ഇരിക്കാന്. കാണിക്ക് ഇപ്പൊ ആരാ വരാൻ പോന്നേന്ന് കാണിക്കടാ. ചോമി എടാ കാണിക്ക്. എന്താ ഈ ഒരു ഭീകരജീവിയാണ് ഇപ്പൊ ഞാൻ തന്നെ എന്നെ ഫ്രണ്ടിൽ കയറ്റാണ്. നല്ല മൊഞ്ചത്തിയാണെങ്കിൽ ഒരു മെല്ലെ കയറി കുത്തിരിക്കും. അതിനെ കളിയാക്കിയതാണ് കേട്ടോ. നമ്മളപ്പോൾ ഉള്ളത് ഇന്ദിര സ്ക്വയർ. എന്താണ് ഇന്ദിര സ്ക്വയറിലാണ് ഫാക്ടറി ഹോൾസെയിൽ സെൻറ്റർ എന്നറിയും. ഇതിനകത്താണ് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലവും ചുറ്റിക്കറങ്ങി വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താൽ. ഞങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരുന്നിട്ടുള്ള ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കോക്കിലുള്ള ഇന്ദിര സ്ക്വയർ എന്നുള്ള സ്ഥലത്താണ്. കണ്ടോ? ഇവിടെ മെയിനായിട്ട് ഫാക്ടറി ഹോൾസെയിൽ അങ്ങനത്തെയൊക്കെയാണുള്ളത്. മുഖത്തെന്തോ കുരുവെന്തോ വായിക്കുന്നുണ്ട്.
പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അതായത് എനിക്ക് നാളെ ഞാൻ പോവാണ് ഇടുന്നത്. എൻ്റെ ഒരു 8 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസീരിയ KY MISIRIYA. പിന്നെ സ്പേസിലാണ്ട് KY സ്മോൾ ലെറ്ററിൽ ചേർത്താൽ കാണും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലാണത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസെല്ലാം കാണാൻ പറ്റും. എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സെക്സ് ഉള്ള നാടാണ്, ആർത്തിക്കാണ് പോകുന്നത്, വേറെ നാട് കിട്ടിയില്ലേ ചൂസ് ചെയ്യാന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെയുള്ള ആൾക്കാരും. എന്താ പറയുക, നിങ്ങളിപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്തുകൊണ്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഹോർണ് പോലും കേൾക്കൂല, കാരണം ഇവിടെ മെയിൻ ഹൈവേ പോലത്തെ റോഡാണ്. ഒരു ഹോൺ പോലും അടിക്കില്ല. അത്രയും ഒരു കാൽമായിട്ടുള്ള പ്ലേസ്. നല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ അവരായി അവരുടെ വർക്കായി. അങ്ങനെ വേറൊരു കാര്യം നമുക്ക് എത്ര നൈറ്റ് ആണെങ്കിലും ഞങ്ങളിപ്പോൾ ഇറങ്ങി നടക്കണമെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിക്കാനോ ഒരു ഇതിനും വരുന്നില്ല. അപ്പം നമ്മളായി നമ്മൾ പാടായി അങ്ങനെ. അപ്പോൾ എനിക്ക് എത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നാട്. പിന്നെ എനിക്ക് ഫ്രൂട്ട്സുകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളും നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും റോഡ് സൈഡിലായാലും ഇങ്ങനെ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു 5-8 ദിവസത്തെ എൻ്റെ ഒരു ജീവിതം ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ മാർക്കറ്റ് ആണെങ്കിലും ഭയങ്കര വിലക്കുറവുമാണ്. പിന്നെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും വെസ്റ്റേൺ ഡ്രസ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഡ്രസ്സിനും നല്ല വിലക്കുറവും കൂടിയാണ്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു തായ്ലാൻഡ് അത്രയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ണിൽ കാണുന്നത് കൊണ്ടാണ് ഒരു എന്താ പറയുക സെക്സ് ഉള്ള നാട്, സെക്സ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് അതന്നെ ചിന്തിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്. ഒരു നല്ല മസാജ് ഉണ്ട്, തായ് മസാജ് ചെയ്യുന്ന റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കും. അപ്പോൾ മസാജ് ചെയ്ത് തരും നല്ല നീറ്റായിട്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത്രയും മുട്ടി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സെക്സും ചെയ്യാം, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ലാണ്ട് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഫാമിലിയുടെ കൂടെയാണ്. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, അവരുടെ 2 കുട്ടികൾ, നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതുമാത്രമല്ല എന്തായാലും വീഡിയോ ബാക്കിയും കൂടെ കാണുക. അപ്പോൾ ഞാൻ എന്തായാലും ഇൻഷാല്ലാ നാളെ നാട്ടിലേക്ക് തിരിച്ചു പോകും. എൻ്റെ 8 വീഡിയോവും ഓരോന്നായിട്ടും തായ്ലൻഡിൻ്റെ വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതും കൂടി കാണാൻ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇവിടുത്തെ മാളുകൾ ഇത്രയും വലിയ മാളുകളാണ്. ദുബായ് ഒന്നുമല്ല ഇവിടുത്തെ ഓരോ മാളുകൾ വിസിറ്റ്. അപ്പോൾ ഞാനും 5-8 വർഷം UAE ഉണ്ടായതാണ്. എൻ്റെ സിസ്റ്റർ അവിടെ തന്നെയാണുള്ളത്, ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് വരുന്നത് ദുബായ് ഒന്നും അല്ല. അത്രയും വലിയ മാളുകളാണ്. ഒരു മാൾ ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ വേറൊരു മാളുണ്ടാവും. അങ്ങനെ ഇഷ്ടംപോലെ മാള് പർച്ചേസിങ്ങിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഭയങ്കര വിലക്കുറവ്. ഇപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളിപ്പോൾ ടൂറിസ്റ്റാണ്. ഇപ്പോൾ ഒരു മാളിൽ കയറി കഴിഞ്ഞാലും അത്രയും ജനങ്ങളും ഉണ്ട്. ഇവിടെയുള്ള ഇന്ത്യൻസൊക്കെ കുറച്ച് കുറവാണ്. അല്ലാണ്ടുള്ള ഇവിടെയുള്ള ലോക്കൽസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാർ. ടൂറിസ്റ്റും ഇഷ്ടംപോലെ ഉണ്ട്. അല്ലാണ്ട് ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഇഷ്ടംപോലെ കാണാൻ പറ്റുമെന്നൊക്കെ. ഇന്ത്യൻസാണ് വളരെ കുറവ് ഇവിടെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അല്ലാത്ത ബാക്കി എല്ലാ നാട്ടുകാരും ഉണ്ട്. ഇവര് ചമ്മിപ്പോയി ഗൈസ്. ഇവര് വിചാരിച്ച് കാണാൻ കൊള്ളാത്ത ഒരാളാണ്. എന്നിട്ട് എന്നെ ഫ്രണ്ടിൽ കയറ്റിയതാണ്. എനിക്ക് ഫ്രണ്ടിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു. ഒരാളെ അത്ര മോശം ഒന്നുമില്ല കേട്ടോ. കെട്ടുന്നില്ല. പറയോ കല്യാണം കഴിഞ്ഞ ശേഷം നല്ല സന്തോഷമായ ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളെ മക്കളുണ്ടാവും ഇവിടുത്തെ മുഖത്തിന്റെ ശൈലിയെല്ലാം വരും. എന്നിട്ട് നമ്മളൊരു നമ്മൾക്ക് നിങ്ങളെ എന്താ കുട്ടികളുടെ പേര്? അപ്പൊ ഒന്നിന്റെ പേര് പിയോങ്ങിയോ, രണ്ടാമത്തെ കുട്ടീന്റെ പേര് അങ്ങനെ നമ്മൾ നിങ്ങളെ സന്തോഷമായിട്ട് ഒന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ 10 വർഷത്തെ വിസയും കിട്ടും. എന്താ മിണ്ടിയൊക്കെ ബ്രദർ ഹലോ, ആർ യു മാരീഡ്? ഇപ്പൊ ഇംഗ്ലീഷ് അല്ലേ? ഇപ്പൊ നിന്റെ ട്രാൻസ്ലേറ്റ് എടുക്ക. ഇല്ലാലോ, നീ എന്നൊക്കെ ചോദിക്കുക എന്തിനു കഴിക്കാത്തേന്ന്. ഞങ്ങൾ ഇവരുടെ ഭാഷ എങ്ങനെയാണ് ചോദിക്കല് ഇടുന്നത്.
ട്രാൻസ്ലേറ്റ് Why you are not married? Sound comes away. ยังหาไม่ได้ ยังหาแฟนไม่ได้ ನನಗೆ ಇನ್ನೂ ಗೆಳತಿ ಸಿಕ್ಕಿಲ್ಲ ಓ ಕಾರ ಕಟ್ಟಿಲ್ಲ ನಾನು You will get. You will get. อย่าเบื่อไป เราจะทำวิดีโอไว้อธิบายทีหลังว่าทำไมเราถึงถาม โอเค Okay. โอเค Okay. അന്വേഷിക്കട്ടെ നിങ്ങൾക്ക്? สาวอินเดียหรือเปล่า ചിരി ഇന്ത്യക്കാരും ഇങ്ങനെ ചിരി ഉണ്ട്. Yes. Yeah. Yay. കയ്യിൽ കുറച്ച് എടുക്കണ്ടേ. തന്നെ ശരിക്കും എന്തൊരു ഫീല് വരുന്ന എനിക്ക് പറയും. ഇപ്പൊ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് നമ്മള്. റോളക്സ് വാച്ച് ഞാന് പുറത്ത് സൈഡ് ഒന്ന് നോക്കി ഇതിന്റെ ഉള്ളിലത്തെ വ്യൂസ് എല്ലാം ഇപ്പൊ കുറച്ച് കാണിച്ചേ. നല്ല രസമല്ലേ അങ്ങോട്ടേക്ക് പോയേക്കാൾ നമുക്ക് വിളിക്കും അങ്ങോട്ടേക്ക്. കണ്ട എന്തേ ലാ ഞാൻ ആരെയും ചോദിച്ചാൽ വേറെ ആരും ഫ്രം ദുബായി എന്ന് പറഞ്ഞു.
സൈഡ് കിട്ടണം. അങ്ങനെ എൻഡ് ഓഫ് ദ മോളിലുള്ള ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഞാൻ അടുത്ത് തന്നെ ഇരുന്ന് പോയതാണ്. കണ്ടോ എന്ത് രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ക്യൂ ആണ്. ആ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ട് നല്ല രസമുണ്ട് ഇവിടെ. കൈ നടക്കാൻ വേണ്ടി ഒന്ന് കഴിയുമ്പോ ഒന്ന് പ്ലാസ്റ്റിക് പറഞ്ഞോട് മിസ്ത്രി എന്റെ കയ്യിലില്ല. ഇതായിരുന്നു അപ്പോൾ എൻ്റെ തായ്ലാൻഡിലുണ്ടായിരുന്ന ദിവസങ്ങൾ. വളരെ എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് വർക്ക്, പ്രഷർ, സ്ട്രെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 5-6 മണിക്കൂർ മാത്രമേ ഞാൻ ചില ദിവസങ്ങളിൽ ഉറങ്ങാറുള്ളൂ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് എനിക്ക് ഈ ഒരു 5-6 ദിവസത്തിൻ്റെ ഈ ഒരു ട്രാവൽ എന്നൊക്കെ പറയുന്നത് എനിക്ക് മൈൻഡൊക്കെ റിഫ്രഷ് ആകാൻ വളരെയധികം അത് എനിക്ക് ഹെൽപ്പാകുന്നുണ്ട്. എന്തായാലും ഇവിടെ അനിയത്തിയുടെ ഭർത്താവും മക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മിസ്സാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ കുറച്ച് അവരോട് യാത്ര പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ബാംഗ്ലൂരിലേക്ക് എത്തി. നമ്മൾ സ്വർണ്ണഭൂമി എയർപോർട്ടിൽ നിന്ന് പിന്നെ നേരെ ബാംഗ്ലൂരിലേക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ മൈസൂറിലേക്ക് വന്നിട്ട് അവിടെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. പിന്നെ വിരാജ്പേട്ടയിലേക്ക് എൻ്റെ ബ്രദറും കസിനും ഇവരൊക്കെ ഉണ്ട്. എന്തായാലും പിന്നെ അവിടെ നിന്ന് നേരെ ഇനി വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.